أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ലഹബിലെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അബൂലഹബിൻ്റെ ഇരു കരങ്ങളും തകർന്നു, അവൻ തന്നെയും തകർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി, ഈ സൂറത്ത് പ്രധാനമായും അവസാന കാലത്തേക്കുള്ള ഒരു പ്രവചനമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. അതല്ലെങ്കിൽ ഇതിൽ അവസാന കാലത്തേക്കുള്ള ഒരു പ്രവചനം ഉണ്ട് എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു ഭൂതകാലത്ത് നടന്ന ഒരു സംഭവമായിട്ടാണ് പൊതുവെ തോന്നാറ്. കാരണം ഇപ്പം തബ്ബ എന്ന് പറയുമ്പോൾ തന്നെ അറബിയിൽ അതിൻ്റെ അർത്ഥം നശിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ അബൂലഹബിൻ്റെ പേരും വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുള്ളത് ഇത് ഒരു പാസ്റ്റിൽ, അതായത് ഭൂതകാലത്ത് നടന്നൊരു സംഭവമായിട്ടാണ് ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അറബി ഭാഷയിലുള്ള ഒരു രീതിയാണ്. ഏതെങ്കിലും ഒരു കാര്യം ഇനി ഭാവിയിൽ നടക്കും എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ ഭൂതകാല ക്രിയ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇത് നടന്നു എന്ന് തന്നെ നീ വിചാരിച്ചു കൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക എന്ന തരത്തിലുള്ള ഒരു പറച്ചിലാണ്. ഈ ഒരു കാര്യം കുറച്ചും കൂടി ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ സ്വന്തം മലയാള ഭാഷ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലും ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു നല്ല പയ്യൻ അല്ലെങ്കിൽ നല്ല കുട്ടി, അവൻ ചീത്ത കൂട്ടുകാരുമായി അതല്ലെങ്കിൽ ചീത്ത കുട്ടികളുമായി സുഹൃദം സ്ഥാപിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അവരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എങ്കിൽ, അപ്പോൾ ആ നല്ല കുട്ടിയെപ്പറ്റി പൊതുവിൽ ആൾക്കാർ പറയുക, ഇപ്പം അവരുടെ കൂടെയല്ലേ കൂട്ട്, എന്നാൽ അവൻ നശിച്ചു എന്ന് പറയും. അതായത് അതുകൊണ്ട് അർത്ഥം വെക്കുന്നത് ഇപ്പം നശിച്ചു എന്നല്ല, മറിച്ച് ഭാവിയിൽ അവൻ ഉറപ്പായും നശിക്കും എന്നാണ് അവരത് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയും അതേപോലെയുള്ള അതേ രീതിയിലുള്ള ഒരു പ്രവചനമാണ് ഭൂതകാല ക്രിയ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഈ പ്രവചനത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. നേരത്തെ പറയുകയുണ്ടായി, ഈ സൂറത്തിൽ വന്നിരിക്കുന്ന അബൂലഹബും അയാളുടെ കൈകളും അതുപോലെ തന്നെ അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞതൊക്കെ തന്നെ എല്ലാം തന്നെ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ കൂട്ടത്തെയാണ് പറഞ്ഞതെന്ന്. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഫിത്നകളും അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും പ്രധാനപ്പെട്ട രണ്ട് അസ്തിത്വങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടാക്കുന്ന ഫിത്നയെക്കുറിച്ചും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ പേര് ദജ്ജാൽ എന്നാണ്. രണ്ടാമത്തെ ഫിത്ന എന്ന് പറഞ്ഞത് യജൂജ് മാജൂജിൻ്റെതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സഹീഹ് മുസ്ലിമിൽ ഹുസൈഫ ബിൻ ഉസൈദുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരു റിവായത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, ഒരിക്കൽ അദ്ദേഹവും കുറച്ച് ആൾക്കാരും ഇരുന്ന് ഖിയാമത്തിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി നോക്കിക്കൊണ്ട് അവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, നമ്മൾ ഖിയാമത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, ഈ 10 അടയാളങ്ങൾ കാണാതെ അന്ത്യനാൾ വരുകയില്ല എന്ന്. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 10 അടയാളങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഈ 10 അടയാളങ്ങളിൽ ഒന്ന് ദജ്ജാലിനെ കുറിച്ചുള്ളതായിരുന്നു, മറ്റൊന്ന് യാജൂജ് മാജൂജിനെ കുറിച്ചുള്ളതായിരുന്നു. വാസ്തവത്തിൽ ഈ 2 ഫിത്നകളും സമാനമാണ്, ഒരു ഫിത്നയുടെ വ്യത്യസ്ത ശാഖകളാണെന്ന് മാത്രം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ യാജൂജ് മാജൂജിനെ കുറിച്ച് പരാമർശിച്ചിട്ടും ദജ്ജാലിനെ പരാമർശിക്കാത്തതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദജ്ജാൽ എന്ന സംഭവത്തെക്കുറിച്ചാണ് കൂടുതലായി ഹദീസുകളിൽ വിവരിച്ചിരിക്കുന്നത്. ഇതു സംബന്ധമായി കൻസുൽ ഉമാലിൽ ഒരു ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദജ്ജാലിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി, എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിന്
ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹസ്രത്ത് നൂഹ് അലൈഹി ഇസ്ലാമും തൻ്റെ സമൂഹത്തിന് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഞാനും അതിനെക്കുറിച്ച് അറിയിക്കുകയും ജനങ്ങളെ ജാഗ്രത പാലിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ ഫിത്നയെ പരാമർശിക്കാതെ പരിശുദ്ധ ഖുർആൻ പകരമായി യാജൂജ് മാജൂജിൻ്റെ ഫിത്നയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം യാജൂജ് മാജൂജിൻ്റെ ഫിത്നയും ദജ്ജാലിൻ്റെ ഫിത്നയും ഒന്നാണ്, അതല്ലെങ്കിൽ ഒരു ഫിത്നയുടെ 2 ശാഖകളാണ് എന്നാണ്. അതുപോലെ തന്നെ ദജ്ജാലും യാജൂജും മാജൂജും ഒരേ കാലഘട്ടത്തിലുള്ളതാണ് എന്നുള്ള വസ്തുത ഇതിനെ കൂടുതൽ സ്ഥിരീകരിക്കുന്നു. അതുപോലെ തന്നെ ഈ 2 ഫിത്നകളും ലോകമെമ്പാടും പരന്നിരിക്കുമെന്ന് പറയുന്നു. ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് 2 വ്യത്യസ്ത സംഭവങ്ങളല്ല, അതുപോലെ തന്നെ വ്യത്യസ്ത സമയത്തോ വ്യത്യസ്ത സ്ഥലത്തോ വരുന്നതല്ല, മറിച്ച് ഒരൊറ്റ ഫിത്നയുടെ വ്യത്യസ്ത പ്രകടനമാണ്. വാസ്തവത്തിൽ മതപരമായ വീക്ഷണത്തിൽ ഈ ഫിത്നയുടെ പേരാണ് ദജ്ജാൽ എന്ന്. ദജ്ജാൽ എന്നാൽ വഞ്ചകൻ എന്നാണ് അർത്ഥം. അതിനാൽ എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയ അന്ത്യകാലത്തുള്ള ഈ ഫിത്നയെ അതിൻ്റെ 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു ഭാഗം മതപരമായ വിശ്വാസങ്ങളിലും മതപരമായ ആശയങ്ങളിലും ക്രമക്കേട് സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ മറ്റൊരു ഭാഗം രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ സമാധാനവും നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഫിത്നയെ ദജ്ജാൽ എന്ന് വിളിക്കുന്നു, അതായത് വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന വ്യക്തി. അതുപോലെ തന്നെ രാഷ്ട്രീയ വശങ്ങളുമായി ബന്ധപ്പെട്ട ഫിത്നയെ യാജൂജ് മാജൂജ് എന്ന് വിളിക്കുന്നു. യാജൂജ് മാജൂജ് എന്ന വാക്ക് അജീജ് എന്ന പദത്തിൽ നിന്നാണ് വന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ തീ കത്തിക്കുക എന്നൊക്കെ അർത്ഥം വരും. യഥാർത്ഥത്തിൽ യാജൂജ് മാജൂജ് എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് തീയുടെ ഉപയോഗത്തിലൂടെയോ അല്ലെങ്കിൽ തോക്കുകളുടെ ഉപയോഗത്തിലൂടെയോ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ തക്ക ശക്തിയുള്ള വ്യക്തികളെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സൂക്ഷ്മമായ ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്ലാമിനെതിരെയായ നീക്കങ്ങൾ വിവരിക്കുന്ന ഹദീസുകളിൽ ഈ ഫിത്നയുടെ സമയത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്ത മസീഹിനെ അയക്കുമെന്നും അവൻ ഈ ഫിത്നകളെ തുടച്ചു നീക്കുമെന്നും പറയപ്പെടുന്നു. ഇസ്ലാമിനെ ആക്രമിക്കുന്ന രാഷ്ട്രങ്ങളും അതിനെ പിന്തുണച്ച് എഴുന്നേൽക്കുന്നവരും എല്ലാം നാശത്തെ അഭിമുഖീകരിക്കുമെന്നും ഇസ്ലാമിനെ തുടച്ചു നീക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന വാക്യത്തിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദർസുകളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.